എന്താണ് ഈ ആരോടാണ് ചോദ്യം? എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് സംസാരിക്കാനുള്ളത്. കാരണം ഇവിടെ ചോദിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എന്ത് അനിവാര്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന്. കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് തീർത്തും ഒരു നല്ല ഉത്തരം നൽകാൻ പോലും സാധിക്കാത്ത വേദിയാണ് ഈ വേദി. കാരണം 15 വർഷക്കാലമായി കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ MP ആണ്. അവത്തിൽ 10 വർഷക്കാലം കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്. ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ ചെങ്ങന്നൂരിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് സാധിക്കുമോ? 15 വർഷക്കാലം മാവേലിക്കര മണ്ഡലത്തിൻ്റെ കണ്ടകശനിയായിരുന്നു ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. കാരണം മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട 300 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് തന്നെ NHMൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഏത് മേഖലകൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ എടുത്താലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം തന്നെ തൻ്റെ പദ്ധതികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതിൻ്റെ കൂട്ട് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമാണ് കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 15 വർഷക്കാലത്തിനിടയിൽ ചെങ്ങന്നൂരിൽ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ മൊത്തത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ചെങ്ങന്നൂരിൽ ഈ പരിപാടി നടക്കുമ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതികൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ശരി, അതിന് മറുപടി എന്താണ്? ഈ മന്ത്രിയായിരുന്ന കാലഘട്ടം കൂടി ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ കാലയളവ് മാത്രമല്ല പറയുന്നത്, അതിന് മുൻപ് 10 വർഷമായി അദ്ദേഹം മന്ത്രിയായിരുന്നില്ല, 5 വർഷമായിരുന്നു മന്ത്രിയായിരുന്നത്. അത് തന്നെ ഒരു തെറ്റായ കാര്യമാണ്. പിന്നെ ഇവിടെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് തന്നെ വരാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഇപ്പോൾ പത്തനാപുരത്തെ റബ്ബർ പാർക്ക് അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി വെച്ച പദ്ധതിയുടെ പൂർത്തീകരണമാണ്. റബ്ബർ പാർക്ക് പിറവന്തൂർ പഞ്ചായത്തിൽ റബ്ബർ പാർക്കിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ESI മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, നൂറനാട്ടെ 100 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ESI മെഡിക്കൽ കോളേജിനുള്ള അനുവാദം തേടി അല്ലെങ്കിൽ അവിടെ ഈ പണി ആരംഭിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. ദൗർഭാഗ്യവശാൽ അന്ന് ആ ഭൂമിയുടെ അവകാശം കയ്യിലുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത്, CPM ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അതിനുള്ള അനുവാദം തരാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ കാലാവധി കഴിയുകയും അതിനുള്ള സാഹചര്യം കിട്ടാത്ത അവസ്ഥയിലാണ് അനുവദിച്ച മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലേക്ക് മെഡിക്കൽ കോളേജ് വരാതിരുന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. ഏതായാലും തൊഴിൽ വകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്ന ഒരാൾ ഇവിടെ ഈ ലോക്സഭാ ESI മെഡിക്കൽ കോളേജ് എന്നുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയോ? മെഡിക്കൽ കോളേജ് നൂറിനാടല്ല, തഴക്കര പഞ്ചായത്തിലാണ്, കല്ലിട്ടതാണ്. കല്ലിട്ടിട്ട് നടക്കാതെ പോയതാണ്. അന്ന് കേരളം ഭരിക്കുന്നത് UDF ഉമ്മൻചാണ്ടി ഗവൺമെന്റാ. എന്താ കൊടുക്കാഞ്ഞത്? ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റ് ഇല്ലേ? വളരെ കൃത്യമായാണ് പറഞ്ഞത്. ഇത് ഇവിടെ മുമ്പ് ഒരു കുടിവെള്ള പദ്ധതി നടപ്പാക്കിയപ്പോഴും അത് ഞാൻ പറഞ്ഞു മുഴുവിപ്പിച്ചതിന് ശേഷം അങ്ങനെ അവസരത്തിൽ പറഞ്ഞു. എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് മറുപടി കേൾക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരുത്തരം പോലും പറയുന്നതിന് മുമ്പേ ഇടയ്ക്ക് കയറി വീണ്ടും ചോദിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പൂർത്തീകരിക്കട്ടെ. ജില്ലാ പഞ്ചായത്തിന്റെ അധികാരത്തിലിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് CPM ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അന്നത് വിട്ടുകൊടുക്കാത്ത സാഹചര്യത്തിലാണ് തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിലേക്ക് ESI മെഡിക്കൽ കോളേജ് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ITBP വന്നു. ITBP വന്നപ്പോൾ ഇവിടെ CPM പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിയ സ്ഥലമാണ്. നൂറിനാട് ലെപ്രസറി സാനിറ്ററി എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. നിന്നിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തടസ്സം നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞൊരു പ്രശ്നം, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചില്ല. അതിന് മുകളിലാണല്ലോ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത്. കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണല്ലോ കേരളം ഭരിച്ചത്. എന്തേ വികസനം കൊണ്ടുവരാൻ കഴിയാഞ്ഞത്? ESI കല്ലിട്ടെന്ന് നിങ്ങൾ ഇപ്പൊ പോയെന്നൊക്കെ തടക്കര കല്ലിട്ടുണ്ട്. ITBP വന്നത് കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവരുമെന്ന് പറഞ്ഞ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഏതെങ്കിലും ഒരു തൂണ് നടത്താൻ കഴിഞ്ഞോ? കൊണ്ടുവരാൻ കഴിഞ്ഞോ? വാഗ്ദാനമല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ഇത് ചുമ്മാതെ കാടടച്ച വെടിവെക്കുന്നതിന് തുല്യമായ സമയമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരാമെങ്കിൽ, അടുത്ത ദിവസം വരാമെങ്കിൽ നിങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്യാം. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി ഇതേ സ്ഥലത്ത് 100 ഏക്കറിൽ. അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ബിപിൻ, ഇപ്പോൾ ഇതിലൊരു MP മുൻകൈ എടുത്തുകൊണ്ട് ഒരു പദ്ധതി തുടങ്ങാൻ അവിടെ തറക്കല്ലിടുന്നു, പിന്നീട് ഒരു പഞ്ചായത്ത് അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ആ ഒരു ചോദ്യം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ ഇത് വസ്തുതാപരമായ കാര്യമാണല്ലോ, ഇത് രേഖകളിലുള്ള കാര്യമാണല്ലോ. അല്ലാതെ ഏതെങ്കിലും ഒരാൾ വാക്കുകൊണ്ട് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച നടത്തുന്ന പോലെ ലാഘവത്തോടെ ചെയ്യുന്ന കാര്യമല്ലല്ലോ. ജില്ലാ പഞ്ചായത്തിന്റെ അധികാരത്തിലിരുന്ന ഒരു സ്ഥലത്ത്
ആ അധികാരത്തിരുന്ന സ്ഥലത്ത് അവർ ഭൂമി വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ESI മെഡിക്കൽ കോളേജ് വരാതിരുന്നില്ലല്ലോ. ഇപ്പം 100 ഏക്കറിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ സ്പെഷ്യാലിറ്റി ആശുപത്രി വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്വാശ്രയ നഴ്സിംഗ് കോളേജ് നടക്കുക. അതേപോലെ സംഭവിച്ചില്ലല്ലോ. ഇവിടെ മെഡിക്കൽ കോളേജ് വന്നു, ഈ ലോക്സഭാ മണ്ഡലത്തിൽ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഇവിടെ നിന്ന് മാറിപ്പോയതാണ് എന്നുള്ള കാര്യവും വ്യക്തമായ കാര്യമാണ്. അപ്പം ഞാൻ അതാണ് സൂചിപ്പിച്ചത്. പിന്നെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയാം, റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് 2009 ശബരിമലയുടെ കവാടമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പ്രഖ്യാപിക്കുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ ശബരിമലയുടെ കവാടമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇതിൻ്റെ പരിസരത്തുള്ള മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകാത്ത തരത്തിൽ സമാനതകളില്ലാത്ത വികസനത്തിന് തുടക്കം കുറിച്ചത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ 300 കോടിയുടെ പദ്ധതി. ചങ്ങനാശ്ശേരിയിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നല്ലോ. ഇവിടെ അയ്യപ്പന്മാർക്ക് വിളക്ക് വെക്കുന്നതിന് വേണ്ടിയും ബാത്തപ്പ് അനുവദിക്കുന്നതിനും വേണ്ടി 92 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അവിടെ അകത്ത് പൂർത്തീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇത് കാടടച്ച് വെടിവെക്കുന്ന ഒരു പൊതു സമീപനം ഈ നിലയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടിരുന്ന പദ്ധതിയെല്ലാം MP-ക്ക് ബന്ധമില്ല, സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടിരുന്ന പദ്ധതിയെല്ലാം MLA-ക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജനപ്രതിനിധികൾ ഒന്നും ഞാൻ തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമായി എനിക്ക് എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വേഗം തിരികെ എത്താം.